അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് രണ്ടും നീളത്തിൽ അരിഞ്ഞ് വെക്കുക. അപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ട്, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉലുവ പൊട്ടി വരണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തേങ്ങ അരച്ച കറിയേ ഇഷ്ടപ്പെടുള്ളൂ, ചില ആൾക്കാർക്ക് തേങ്ങ അരക്കാത്ത കറിയേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്, അയിലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പൊട്ടി വരട്ടെ, ഉലുവ പൊട്ടി വരട്ടെ. പിന്നെ കറിവേപ്പിലിട്ട് കറിവേപ്പിലൊന്ന് മൊരിഞ്ഞ ശേഷം നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇടാം. അപ്പോൾ അതൊന്ന് നന്നായി വഴന്ന് വരണം. കുറച്ച് ഉപ്പിട്ട ശേഷം നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് എണ്ണ കൂടുതലുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എണ്ണ ആവശ്യമില്ലാത്ത ആൾക്കാർ വെറുതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെറുതെ കലക്കിയിട്ടൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നായിട്ട് കലക്കി ഒഴിച്ച് വെക്കാം. പുളിയും മുളകും ഒക്കെ കൂടിയിട്ട്, പുളിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, തക്കാളി ഒന്ന് കൈ കൊണ്ട് നന്നായി ഉടച്ച് പുളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിൽ കൊടുത്ത് ഒഴിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളി നന്നായി വഴറ്റി, എണ്ണയിൽ തന്നെ നന്നായി വഴറ്റി, പച്ചമുളകും ഉള്ളി നന്നായി വഴന്ന് വരുന്ന ശേഷം നമുക്കതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിൽ കുറച്ച് പുളി ഒഴിക്കുക. ഒരുപാട് പുളി ഒഴിക്കേണ്ട, കാരണം മാങ്ങ ഇടുന്നത് കൊണ്ട്, മാങ്ങയും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് തക്കാളി ഒന്ന് നന്നായി വെന്ത് വരട്ടെ. തക്കാളി വെന്ത ശേഷം നമുക്കത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കയ്യിലും കൊണ്ട് നന്നായി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത ശേഷം ഉടച്ചെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകം തേങ്ങയിലിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിൽ കൂടെ കൂട്ടിൽ കൂടെ ഒഴിക്കുക. അതൊക്കെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂടെ ഇത് കൂടി എടുത്ത് തേങ്ങയും കൂടി ഒഴിക്കുക. ലാസ്റ്റ് ഇത് വെന്ത് വന്ന ശേഷം നമുക്ക് മാങ്ങ ഇട്ടാൽ മതി. മാങ്ങ ഫസ്റ്റ് തന്നെ ഇടണ്ട, കാരണം ഒരുപാട് പുളിയായാലോ ഉണ്ട്. ഇനി നമുക്ക് മീനിടാം. മാങ്ങയും മീനും ഒപ്പിടാം. മീൻ ഞാൻ രണ്ടായിട്ട് മുറിച്ച്, എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. കുറച്ച് വലിയ മീനുകളൊക്കെ കുറച്ച് മുറിച്ചിട്ട് തന്നെ ഇട്ടുള്ളൂ, എന്നാലും അതിൽ നല്ല മുളകൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിലിട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മൂടി വെക്കുക. അടിപൊളി മീൻ കറി തയ്യാർ.